ഹായ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, വാഗ്ദാനവും വിശ്വസ്തതയും. ഈ വാഗ്ദാനവും വിശ്വസ്തതയും വളരെ ഇഴചേർന്ന് കിടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് ദൈവതമ്പുരാൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് തമ്പുരാൻ വാഗ്ദാനം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വിശ്വസ്തത എങ്ങനെയാണ് അതിനോട് ഇഴചേർന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ മാത്രമേ ഈ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ അർഹരുള്ളൂ. അപ്പോൾ ഇത് പഴയ നിയമത്തിലെ കുറച്ച് കാര്യം പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വാഗ്ദാനം വിശ്വസ്തയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം തമ്പുരാൻ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത ദൈവം അതൊരു വിശ്വസ്തനും കൂടിയാണ്. പക്ഷേ നമ്മളത് വിശ്വസ്തയോടുകൂടി തമ്പുരാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താലാണ് ആ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ അർഹരാവുക. അപ്പോൾ നമുക്ക് ആ വാഗ്ദാനങ്ങളിലെ രണ്ട് വാഗ്ദാനവും അല്ലെങ്കിൽ നമ്മളെങ്ങനെ വിശ്വസ്തരായിരിക്കണമെന്ന് മോശയുടെ കാലത്ത് പറഞ്ഞത് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇത് ഇന്നും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ വിശ്വസ്തയോടെ നിന്ന് കഴിഞ്ഞാലാണ് നമ്മൾ ആ വാഗ്ദാനങ്ങൾക്ക് അർഹരാവുകയുള്ളൂ. അത് ഈ പുതിയ നിയമ കാലഘട്ടത്തിലും അതങ്ങനെ തന്നെയാണ്. അത് നമ്മൾ വഴിയെ പരിചയപ്പെടും. നമ്മുടെ വളരെ മുൻപുള്ള കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്ന് നമുക്കത് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിന്ന് എടുക്കുന്ന പുസ്തകം പുറപ്പാട്. അപ്പോൾ അതിൽ വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായത്തിൻ്റെ ഒരു ഖണ്ഡിക, ഒരു പാരഗ്രാഫ് വരുന്നത്. അപ്പോൾ 23-ാം അധ്യായം പുറപ്പാട് 23-ൽ നമ്മൾ 20 മുതൽ 33 വരെയാണ് വായിക്കുന്നത്. വലിയ കുറച്ച് ദൈർഘ്യമുള്ള ഖണ്ഡികയാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. വാഗ്ദാനങ്ങൾ. ഇതാ, ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം. അവനെ പ്രകോപിപ്പിക്കരുത്. എൻ്റെ നാമം അവനിലുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല. അവൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. എൻ്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി നിന്നെ അമ്മോന്യർ, ഹിത്യർ, പെരീസ്യർ, കാനാന്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത്. അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധന സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ഓക്കെ, അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം. അപ്പോൾ ഇതിൽ തമ്പുരാൻ നമ്മുടെ അടുത്ത് പറയുന്ന കാര്യം അത് നമുക്കിന്നും പ്രവർത്തിക്കണം. ഇത് അത്രയും വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കാര്യമല്ല. നമുക്ക് ഇതെങ്ങനെ പ്രാവർത്തികമാകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തമ്പുരാൻ്റെ അടുത്തേക്ക് പോകും. നമുക്ക് അനുഗ്രഹം പ്രാപിക്കും. നമുക്ക് തമ്പുരാൻ അനുഗ്രഹം തരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. പല ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. തമ്പുരാൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടണത് നമ്മൾ കാണും. നമ്മൾ ഓരോ ഘട്ടത്തിൽ നമ്മൾ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ അഹങ്കരിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വഴി മറക്കും അല്ലെങ്കിൽ വ്യതിചലിക്കും. അപ്പോഴാണ് നമുക്ക് ആദ്യത്തേനൊക്കെ കൂടുതലായിട്ട് നമ്മൾ അധപതിക്കണത് നമുക്ക് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ദൈവത്തോട് കരുണ യാചിച്ചു. ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ പാത്രമായി. നമ്മൾ ആ ഒരു ഭൗതികമായ ഒരു ആവശ്യം അല്ലെങ്കിൽ നമ്മൾ നേടി, നമ്മൾ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ദൈവം നമുക്കതിൻ്റെ ഇടവരുത്തി. നമ്മൾ ആ കിട്ടിയ അനുഗ്രഹം നമ്മൾ തുടർന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ അനുഗ്രഹത്തിൽ നമ്മൾ അതിയായി നമ്മൾ മതിമറക്കുന്നു. ദെൻ നമ്മൾ ചെയ്തിരുന്ന ദൈവസ്തുതിയോ അല്ലാന്നുണ്ടെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട വിലയോ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം കിട്ടുന്നതിന് മുൻപുള്ള അവസ്ഥേനെക്കാട്ടിലും ഭീകരമായിട്ട് നമ്മൾ താഴ്ന്നു പോകും. അതെനിക്ക് അനുഭവത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസ്തത പാലിക്കണം. നമ്മൾ വിശ്വസ്തരായിരിക്കണം. ദൈവം നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ പലതുമുണ്ട്. നമ്മൾ ഈ വാഗ്ദാനങ്ങൾ പലപ്പോഴും പറയും. പല വചനങ്ങളും നമ്മുടെ വചനപ്പെട്ടികളിലൊക്കെ കിട്ടുന്ന വചനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം. കർത്താവിൻ്റെ വലിയ വലിയ വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനങ്ങൾ നമ്മൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആ വാഗ്ദാനം നമുക്ക് അർഹരാവണമെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ആ വചനങ്ങളുടെ മുൻപോ അല്ലെങ്കിൽ അതിന് തൊട്ട് ശേഷമോ പ്രതിപാദിച്ചിട്ടുണ്ടാവും. മിക്കവാറും നമ്മളത് അറിയുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല. അറിഞ്ഞാൽ തന്നെ ചെയ്യുന്നില്ല. നമ്മൾ വെറും വാഗ്ദാനങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും.
അപ്പോൾ വാഗ്ദാനങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ വിശ്വസ്തരാവണം എന്നതിൻ്റെ ഭാഗം നമ്മൾ അടുത്ത കുറച്ച് 2-3 പുസ്തകം കഴിഞ്ഞിട്ട്, അതായത് പുറപ്പാട് നമ്മൾ വായിച്ചു, അതിനുശേഷം ഒരുപാട് വാഗ്ദാനങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വസ്തയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഞാനിത് നിയമാവർത്തനത്തിലെത്തി. അപ്പോൾ മോശയുടെ ഒരു ഇതാണല്ലോ, മോശക്കാരനെ കൊണ്ടിട്ടാണല്ലോ പറയണേ, നിയമം ആവർത്തിച്ച് പറയാണല്ലോ. മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് ഒരപ്പൻ മക്കളോട് പറയാണ്, മക്കളെ പിടിച്ച് നിൽക്കട്ടാ, നിങ്ങൾ പിടിച്ച് നിന്നാലാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഭൂമിയിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ 4-ാം അധ്യായം ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്: വിശ്വസ്തത പാലിക്കുക. നിയമാവർത്തനം 4-ാം അധ്യായം വിശ്വസ്തത പാലിക്കുക എന്നാണ് തുടക്കം. അപ്പോൾ ഞാനത് വായിക്കാം. ഇസ്രായേലെ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. കർത്താവ് ബാൽപയോർ നിമിത്തം ചെയ്തതെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപയോറിനെ പിന്തുടരുന്നവരെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിന്ന് നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഇതാ, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. അവർ ഈ കൽപ്പനകളെ പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകമുള്ളവർ തന്നെ എന്ന് പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്? അപ്പം അങ്ങനെ പറഞ്ഞ് പിന്നെ ഇത് മുഴുവൻ, ഈ നിയമാവർത്തനം മുഴുവൻ വിശ്വസ്തരായിരിക്കാനും ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനങ്ങൾ എന്താണെന്നും നമ്മളത് എത്രത്തോളം വിശ്വസ്തരായിരിക്കാനും ആണ് മോശ പറയുന്നത്. മോശ മിക്കവാറും ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ടിട്ടാവും പറഞ്ഞിട്ടുണ്ടാവുക. കാരണം മോശയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തെ കണ്ട ഒരാൾക്ക് വരാനിരിക്കുന്ന കാലത്തെ പറ്റി മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മോശ തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിതൊക്കെ ചെയ്യാത്തൊരു കാലം വരും. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയണത്. അപ്പോൾ നമുക്കറിയാം, തെറ്റിലേക്ക് ചായ്വുള്ള മക്കളോട് മാതാപിതാക്കൾ പറയും, മക്കളെ അത് ചെയ്യല്ലേ. എൻ്റെ അടുത്താണെങ്കിലും എൻ്റെ അമ്മ പലപ്പോഴും പറയാറുണ്ട്, മോനെ നീ പിടിച്ചു നിൽക്ക്. അല്ലെങ്കിൽ എൻ്റെ മുതിർന്ന എന്നെക്കാട്ടിലും മുതിർന്ന പ്രായമുള്ളവർ, എന്നേക്കാൾ ജ്ഞാനമുള്ളവർ, പ്രായത്തിലല്ല അനുഭവത്തിൽ നല്ല പക്വതയുള്ള ആൾക്കാരാണെങ്കിലും പറയാറുണ്ട്, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ചെയ്യരുതാത്തത് എന്താണ്, അല്ലേ. നമ്മളെല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും. ഉപദേശമായിട്ട് നമുക്ക് വെറുപ്പോട് കൂടിയിട്ടാവും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുക. പക്ഷേ അവർ അത് ജീവിതത്തിൽ അനുഭവിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവർ നമ്മളോട് പറയണത്, നിനക്ക് ദൈവം കുറേ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്, പക്ഷെ നീ വിശ്വസ്തനായിരുന്നാൽ മാത്രമേ അതിന് അർഹനാവുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമുക്ക് വിശ്വസ്തരായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് നല്ല ബോധ്യം വേണം എന്താണ് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ആ വാഗ്ദാനം ചെയ്ത കാര്യത്തിൽ നമ്മൾ നിലകൊള്ളണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പീഡകൾ സഹിക്കേണ്ടി വരും. പീഡകൾ എന്ന് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണെന്ന് നമ്മൾ പറയുന്നില്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വിശ്വസ്തരായിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നേരായ വഴിക്ക് നടക്കണം. നമ്മൾ കുറച്ച് സുഖലോലഭങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കണം എന്നല്ല, നമ്മൾ പലതും വേണ്ടാന്ന് വിചാരിക്കേണ്ടി വരും. നമ്മൾ ചെറിയ ഒരു നേട്ടം എന്നാണ് ലോകം നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിലേക്കാണ്, അല്ലേ. അവനിപ്പോൾ ബൈബിൾ വായിച്ചു തുടങ്ങി, അവനിപ്പോൾ വചനം പ്രഘോഷിച്ചു തുടങ്ങി, അത് അവരുടെ മുമ്പിൽ ചെറിയൊരു നേട്ടമാണ്. പക്ഷെ നമുക്കറിയുള്ളത് എത്രമാത്രം വലുതാണെന്നുള്ളത്, അല്ലേ. അപ്പം നമ്മുടെ ഈ വലിയ നേട്ടത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉപേക്ഷിക്കണം, അപ്പം നമുക്കറിയാതെ. അപ്പം അങ്ങനെ ഉപേക്ഷിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ വാഗ്ദാനം ചെയ്ത കാര്യം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വരാവുന്ന ഒരുപാട് സുഖലോലുപങ്ങളായ കാര്യങ്ങളൊക്കെ നമ്മൾ നിരസിക്കാൻ തയ്യാറാണെങ്കിലാണ് നമുക്ക് നിത്യജീവിതം, സ്വർഗീയ ജീവിതം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇത് ഒരിക്കലും പറഞ്ഞ് തീർക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കല്ല ഈ ഒരു ആയുസ് കൊണ്ട്. അതുപോലത്തെ ഒരു ടോപ്പിക്കാണ് ദൈവസ്നേഹം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ തുടർന്നുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും മതി. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അനുസരിച്ച് നമ്മൾ വിശ്വസ്തരായിരിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു. ബൈ. ഓക്കെ.